ഹായ് ഫ്രണ്ട്സ്, അഗതികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ, അതുമല്ലെങ്കിൽ ആതുര സേവനം ചെയ്തതിൻ്റെ പേരിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 സന്യാസിനിമാർ ഇപ്പോഴും ജയിലിൽ തന്നെ. ഛത്തീസ്ഗഡിലെ കോടതികളിൽ നിന്ന് അവർക്ക് നീതി ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ ഹൈക്കോടതിയിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് ജാമ്യം കൊടുത്തേക്കാൻ. കാരണം ഹൈക്കോടതി ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അവർ സുപ്രീം കോടതിയിൽ പോകുമെന്നറിയാം. സുപ്രീം കോടതി ജാമ്യം കൊടുക്കുമെന്ന് മാത്രമല്ല, ജഡ്ജിമാരെയും ഗവൺമെന്റിനെയും രൂക്ഷമായി വിമർശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഹൈക്കോടതി ജാമ്യം നൽകിയേക്കാം. പക്ഷേ യഥാർത്ഥമായ പ്രശ്നമൊന്നുമല്ല. അവർക്കെതിരെ ആൾക്കൂട്ട വിചാരണ നടത്തിയ, ആൾക്കൂട്ട ആക്രമണം നടത്തിയ ബജരംഗദളുടെ നടപടിയെ അപലപിക്കുവാൻ നമ്മളെ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന BJPക്കോ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്കോ സാധിക്കുമോ എന്നുള്ളതാണ്. എനിക്കറിയാനുള്ളത്, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി BJPയിലേക്ക് പോയ കേരളത്തിലെ ന്യൂജൻ BJPക്കാരൊക്കെ എവിടെ? അനിൽ ആന്റണി എവിടെ? പത്മജ വേണുഗോപാൽ എവിടെ? എണ്ണം നീളുകയാണ്. അവരെയൊന്നും കണ്ടില്ല. എല്ലാവരും ഉപരി മാതാവിന് മുൾക്കിരീടം കൊടുത്ത് ആ ക്രിസ്ത്യാനിയുടെ എല്ലാം വോട്ട് മേടിച്ച് MP ആയ ശ്രീമാൻ ശ്രീ സുരേഷ് ഗോപി എവിടെ? കണ്ടില്ലല്ലോ. പിന്നെയുണ്ട് ക്രിസ്ത്യാനി അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം കിട്ടിയ ഒരു കുര്യൻ. അങ്ങേരും മന്ത്രിയാ, കേന്ദ്രമന്ത്രിയാ, പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യവുമില്ല. അങ്ങേരെയും കണ്ടില്ല ഈ വേളയിൽ. പിന്നെ ഉള്ളത് ഒരു ഷോൺ ജോർജും PC ജോർജും ഒക്കെ. അവർക്ക് പിന്നെ വേറെ പോക്കടമില്ല. അവർ പോകാത്ത ഇടങ്ങളില്ല. എല്ലാ മുന്നണിയും കറങ്ങി തിരിഞ്ഞ് എല്ലാവരും പുറത്താക്കിയപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോൾ അവസാനം BJPയിൽ എത്തിപ്പെട്ടതാണ്. അവർക്ക് ഇവരെ ന്യായീകരിച്ചേ ഒക്കൂ. അവരെവിടെ വഴിക്ക് വിട്, അവരും ജീവിച്ചോട്ടെ. അതല്ലാതെ കേരളത്തിലെ നവീന ന്യൂജൻ BJPക്കാരെ ഒന്നും ഈ വേളയിൽ കണ്ടില്ല. BJPയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നമുക്കിതേ പ്രതീക്ഷിക്കാനുള്ളൂ. നമുക്കറിയാം, ചരിത്രം അങ്ങനെയാണ്. ഇത് അവരുടെ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. അവരുടെ കേന്ദ്ര ഗവൺമെന്റ് മൗനാനുഭാവത്തോട് കൂടി തന്നെയാണ് ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടർന്നും ഇത്തരം നടപടികൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അതിന് നേരിടാൻ തയ്യാറാവേണ്ടതുമാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ ആരോട് പറയാൻ? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രം. താങ്ക് യു.